ന്യൂസിലാൻഡിലെ പ്രകടനത്തിന്റെ കാര്യത്തിൽ അതുകൊണ്ട് തന്നെ പ്രോട്ടീസ് തന്നെയാണ് മുന്നിൽ. ശക്തമായ ബാറ്റിംഗ് നിരയാണ് അവരുടേത്. നായകൻ എയ്ഡൻ മാർക്രം, ഡീകോക്ക്, റിക്കൾട്ടൺ എന്നിവർ ഇടുന്ന തുടക്കത്തിന് ബ്രവിസും മില്ലറും സ്റ്റബ്സും യാൻസനും കോർബിൻ ബോഷും എല്ലാം ചേർന്ന് വെടിക്കെട്ട് പൂർത്തിയാക്കും. ഈ താരങ്ങളെല്ലാം പുലർത്തുന്ന കൺസിസ്റ്റൻസിയാണ് കീ ഫാക്ടർ. മാർക്രം ടോപ്പ് സ്കോറർ പട്ടികയിൽ 3ാമതും റിക്കൾട്ടൺ 6ാമതുമുണ്ട്. ബൌളിംഗിൽ എങ്കിഡി, യാൻസൺ, ബോഷ് എന്നിവർ 10 വിക്കറ്റുകൾക്ക് മേലെ നേടിക്കഴിഞ്ഞു. മിസ്റ്ററി സ്പിന്നർ ഒന്നുമല്ലെങ്കിലും കേശവ് മഹാരാജ് നല്ല ഇക്കണോമി കീപ്പ് ചെയ്യുന്നുണ്ട്. മറുവശത്ത് ഈ സ്ഥിരതയില്ലായ്മയാണ് ന്യൂസിലാൻഡിന്റെ പ്രശ്നം. ടീം സെയ്ഫേർഡ്, ഫിൻ അലൻ എന്നിവർ നൽകുന്ന തുടക്കത്തിലാണ് അവരുടെ പ്രതീക്ഷ. മധ്യനിരയുടെ കൺസിസ്റ്റൻസി വെല്ലുവിളിയാണ്. ഗ്ലെൻ ഫിലിപ്സിന്റെ മികവ് കുറച്ചെങ്കിലും ഈ പ്രശ്നം ബാലൻസ് ചെയ്യുന്നുണ്ട്. ബൌളർമാർക്കും ഇത്തവണ 10 വിക്കറ്റിന് മുകളിൽ നേടാനായിട്ടില്ല. എങ്കിലും മാറ്റ് ഹെൻറിയും റിച്ചിൻ രവീന്ദ്രയും എല്ലാം റൺസ് പിശുക്കുന്നത് ഗുണം ചെയ്യും. അസാധ്യ ഫീൽഡിംഗ് യൂണിറ്റ് കിവികൾക്ക് മാത്രമുള്ള ബോണസാണ്.